ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലാണല്ലോ അല്ലേ? ടെൻഷൻ ഉണ്ടോ? ഉണ്ട് സാർ, ചെറിയ ടെൻഷൻ ഉണ്ട്. എന്താ കാര്യം? ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ പഠിച്ച പല കാര്യങ്ങളും മറന്നു പോകുന്നതായിട്ട് തോന്നാറുണ്ട്, അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, കോൺഫിഡൻസ് പോകുന്നു. ഇതൊക്കെയല്ലേ മനസ്സിലുള്ളത്? ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ചില ടിപ്സ്, ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, സിമ്പിൾ ട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ പല പോർഷൻസും പല ചാപ്റ്ററുകളും പഠിക്കുമ്പോൾ എവിടേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറക്കാൻ സാധ്യതയുള്ള ഏരിയ ഏതൊക്കെയാണ്, ആ ഏരിയയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോർമുല ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചോ ഒക്കെ നമ്മൾ പഠിക്കുന്നു. ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് നമ്മൾ മറക്കുന്നു, ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ മറക്കാൻ എടുക്കുന്ന സമയം എപ്പോഴും നമ്മൾ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സമയം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പോർഷൻസ് നമ്മൾ ഓർത്തിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത് 3 ചാപ്റ്ററുകളാണ് നമ്മുടെ കെമിസ്ട്രിയിൽ. 2 നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന സൊല്യൂഷൻസും അതുപോലെ തന്നെ കെമിക്കൽ കൈനറ്റിക്സുമാണ്. മറ്റൊന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള, കാരണം കുറച്ചും കൂടെ കണ്ടന്റ് കൂടുതലുള്ള ടോപ്പിക്കാണ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയാണ്. അപ്പോൾ ഈ 3 ചാപ്റ്ററുകളിൽ നമുക്ക് പോർഷൻസ് അല്ലെങ്കിൽ ഇതിലുള്ള ഈ ടോപ്പിക്സ് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 3 ചാപ്റ്റർ എടുക്കുവാണെങ്കിൽ നമുക്കിതിലെ ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ് കഴിഞ്ഞ വർഷത്തെ വെയിറ്റേജ് വെച്ച് നോക്കുവാണെങ്കിൽ 2 ക്വസ്റ്റൻ ആണ്. കെമിക്കൽ കൈനറ്റിക്സിൽ അത് കുറച്ചും കൂടെ കൂടുതലുണ്ട്, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നേരെ മറിച്ച് ബേസിക് പ്രിൻസിപ്പിളിൽ നമുക്കറിയാം നോമൻക്ലേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഐസോമറിസം, റിയാക്ഷൻ മെക്കാനിസം, പ്യൂരിഫിക്കേഷൻ, ഇങ്ങനെ 4 പാർട്ട് കൂടുന്നതായതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനുകളുടെ എണ്ണവും അവിടെ കൂടുതലായിരുന്നു. 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ വർഷം ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ 3 ചാപ്റ്ററിലൂടെ നമുക്കൊന്ന് പോകാം. നമുക്ക് ഏതൊക്കെ കോൺസെപ്റ്റുകളിലാണ് നമ്മൾ കുറച്ചും കൂടെ നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് സൊല്യൂഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് മെത്തേഡ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷൻ മെത്തേഡ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിൽ 5-8 മെത്തേഡ്സ് ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് ഏതാണെന്നറിയാവോ? മാസ് പെർസെൻറ്റേജ്, ഡിനോട്ടഡ് ബൈ W/W. എന്താ മാസ് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിന്റെ ആശയം അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് മനസ്സിലൊന്ന് ഓർത്ത് വെക്കുകയേണ്ടത്. മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ സിംപിളി മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ 100 gram ഓഫ് സൊല്യൂഷൻ. അതായത് നിങ്ങളുടെ കയ്യിലേക്ക് ഞാനൊരു 100 gram സൊല്യൂഷൻ തന്നു, അതിലുള്ള സൊല്യൂട്ടിന്റെ മാസ് ആണ് മാസ് പെർസെൻറ്റേജ്. ഇനി മാത്തമാറ്റിക്കലി നമുക്കത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്താൽ മതി. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, ഡിനോട്ടഡ് ആസ് W/V. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ 100 ml ഓഫ് സൊല്യൂഷനാണ്. അതായത് നേരത്തെ ഞാൻ നിങ്ങൾക്ക് 100 gram സൊല്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം എന്ത് ചെയ്യുന്നു, 100 ml സൊല്യൂഷനാണ് തരുന്നത്. അതിലുള്ള സൊല്യൂട്ടിന്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് 20 മാസ് ബൈ അല്ലെങ്കിൽ 20% മാസ് ബൈ വോളിയം യൂറിയ സൊല്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്തേ ഉള്ളൂ, 100 gram സൊല്യൂഷനിൽ എത്ര ഗ്രാം യൂറിയ ഉണ്ടായിരിക്കും? 20 gram യൂറിയ. മാത്തമാറ്റിക്കലി അത് റെപ്രസെന്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്ത് വെച്ചാൽ മതി. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് നമ്മുടെ വോളിയം പെർസെൻറ്റേജ്, ഡിനോട്ടഡ് ആസ് V/V. വോളിയം പെർസെൻറ്റേജും ഇതേപോലെ തന്നെ ആ ഒരു സെന്റൻസിനുണ്ടാകുന്ന ചെറിയ വേരിയേഷൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വോളിയം ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. അപ്പോൾ 20% ഈഥൈൽ ആൽക്കഹോൾ വോളിയം പെർസെൻറ്റേജിലാണ് എങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കോൺസെപ്റ്റ് എന്തായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പോയിന്റ് എന്തായിരിക്കണം? 100 ml സൊല്യൂഷൻ സാറ് തന്നോ, അതിൽ എത്ര ml ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടായിരിക്കും? 20 ml ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടായിരിക്കും. മാത്തമാറ്റിക്കലി ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി, വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ മെത്തേഡാണ് മൊളാലിറ്റി, ഡിനോട്ടഡ് വിത്ത് സ്മോൾ ലെറ്റർ M. സിമ്പിൾ സെന്റൻസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kilogram ഓഫ് സോൾവെന്റ്. ആ ഒരൊറ്റ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 1 kilogram സോൾവെന്റിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് മൊളാലിറ്റി. മാത്തമാറ്റിക്കലി റെപ്രസെന്റഡ് ആസ് WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്, MB മോളിക്കുലാർ മാസ് ആണെന്നൊക്കെ നമുക്കറിയാം, ഇൻറ്റു മാസ് ഓഫ് സോൾവെന്റ് WA മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. ഓക്കെ, ഇനി അതേപോലെ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മെത്തേഡാണ് മൊളാരിറ്റി, ക്യാപിറ്റൽ M. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. 1 liter ഓഫ് സൊല്യൂഷൻ ആണ്. നേരെ മറിച്ച് മൊളാലിറ്റി എന്ന് പറയുമ്പോൾ 1 kilogram ഓഫ് സോൾവെന്റ് ആയിരുന്നു. 1 kilogram സോൾവെന്റിലുള്ള നമ്പർ ഓഫ് മോൾസ് ആണ് മൊളാലിറ്റി. 1 ലിറ്റർ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് മൊളാരിറ്റി.
Mathematically, it is represented as WB into 1000 divided by molecular mass of solute into volume of solution in milliliter. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കോൺസെൻട്രേഷൻ മെത്തേഡ്. ഇനി ഇവിടെ മേ ബി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഈ സാറ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഈ കോൺസെൻട്രേഷൻ മെത്തേഡിൽ ഏതൊക്കെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റും ഏതൊക്കെയാണ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റും. അവിടെ ഒരു സിമ്പിൾ ട്രിക്ക് നമ്മൾ ഉപയോഗിച്ചാൽ മതി. വോളിയം വരുന്ന ടേംസ് എല്ലാം എന്തായിരിക്കും? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. നേരെ മറിച്ച് വോളിയം ഇല്ലാത്ത ടേംസ് വരുന്ന കോൺസെൻട്രേഷൻ മെത്തേഡ് ഒക്കെ ഏതായിരിക്കും? ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണം. ഇനി അടുത്ത് നമ്മൾ സൊല്യൂഷനിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഹെൻറീസ് ലോയാണ്. ഈ ഹെൻറീസ് ലോയിൽ നമ്മൾ എന്താ പറയേണ്ടത്? ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് ഓർക്കുന്നതിന് ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നോണം. അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോയ, the solubility of gas in a given amount of a solute is directly proportional to the pressure of gas above the solution. അതായത് അതിൻ്റെ ആ ഒരു എക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു സ്പ്രൈറ്റ് തന്നു. ആ സ്പ്രൈറ്റിലുള്ള അല്ലെങ്കിൽ ആ സ്പ്രൈറ്റിനകത്തുള്ള കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഏത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ ബോട്ടിലുള്ള പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അഥവാ mathematically it can be represented as pressure P directly proportional to mole fraction of gas present in the solution. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാത്തമാറ്റിക്കലി എഴുതാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? P is equal to KH into mole fraction എന്ന് കൊടുത്താൽ പോരെ. അപ്പോൾ അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ നമ്മൾ എടുത്തിരിക്കുന്ന ബോട്ടിലുള്ള കാർബൺ ഡയോക്സൈഡ് ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഏത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ ഗ്യാസിന് മുകളിലുള്ള ആ സൊല്യൂഷന് മുകളിലുള്ള ഗ്യാസിന്റെ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ ആ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതും ക്വസ്റ്റൻ ആയിട്ട് വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു KH. അപ്പോൾ ഇതൊന്ന് ഓർത്തോണം. ഈ ഗ്രാഫിൽ നമുക്ക് സ്ലോപ്പ് എടുക്കുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കണം? നമ്മുടെ ഇക്വേഷനിലുള്ള KH. KH ഈസ് കോൾഡ് ആസ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. ഓക്കെ. ഇനി ആ KHന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് 3 പോയിന്റുകളാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് KH ഈസ് ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ്. നേച്ചർ ഓഫ് ഗ്യാസിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഹയർ ദ വാല്യൂ ഓഫ് KH അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ലോവർ ദ സൊലുബിലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഒരു 3-4 ഗ്യാസ് തന്നിട്ട് അതിന്റെ KH വാല്യൂ തന്നു, എന്നിട്ട് സൊലുബിലിറ്റി ഏറ്റവും കൂടുതൽ ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് KH വാല്യൂ വരുന്നതിനായിരിക്കണം സൊലുബിലിറ്റി ഏറ്റവും കൂടുതൽ. കാരണം KH ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൊലുബിലിറ്റി. ഓക്കെ, KH value inversely proportional to solubility. മനസ്സിൽ കിടക്കുമല്ലോ? ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, KH value increases with the increase in temperature. As a result, the solubility decreases with the increase in temperature. അതിനെ ബേസ് ചെയ്ത് നമുക്ക് NCERT ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. Aquatic species are less comfortable in hot water rather than cold water. കാരണം തണുത്ത വെള്ളം വരുമ്പോഴത്തേക്കും അതിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. നെക്സ്റ്റ് കോൺസെപ്റ്റ് റൗൾസ് ലോ ആണ്. അപ്പോൾ ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് കോൺസെൻട്രേഷൻ മെത്തേഡ്, 2 ഹെൻറീസ് ലോയ. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് റൗൾസ് ലോയ. റൗൾസ് ലോ നമുക്ക് 2 രീതിയിൽ കൺസിഡർ ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് Raoult's law for a liquid solution having volatile solute and volatile solvent. According to Raoult's law, mathematically we can say that the pressure above the gas is, അല്ലെങ്കിൽ the mole fraction of gas present in the solution is always directly proportional to the pressure of gas above the solution. അല്ലെങ്കിൽ pressure of gas A is directly proportional to mole fraction of that gas present in the solution. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷർ എന്നുള്ളത് റൗൾസ് ലോ പ്രകാരം നമ്മൾ എങ്ങനെ ഓർത്തിരിക്കണം? P0A into K-A plus P0B into K-B. അപ്പോൾ ഇതിൻ്റെ തിയറി പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊന്ന് ജസ്റ്റ് ഈ ഫോർമുല ഓർക്കാൻ വേണ്ടി മാത്രം നമ്മൾ എടുത്തുവെച്ചാൽ മതി. ഞാനൊരു സൊല്യൂഷൻ എടുത്തു, അതായത് എയും ബിയും ഉള്ള സൊല്യൂഷനാണ് നമ്മൾ എടുക്കുന്നത്. റൗൾസ് ലോ എന്ന് കേൾക്കുമ്പോൾ ഈ ഒരു എക്സാമ്പിളെ നമ്മുടെ മനസ്സിൽ വരാൻ പാടുള്ളൂ.
അങ്ങനെയാണെങ്കിൽ ഈ എയുടെ പ്രഷർ അല്ലെങ്കിൽ എയുടെ പ്രഷർ അല്ലെങ്കിൽ എ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഞാൻ പി എ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു, ബി എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പി ബി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ the pressure above the gas PA is directly proportional to mole fraction of that component present in solution. PB എന്ന് പറയുന്നത് ഏതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കോമ്പണന്റ് ബി പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ പി എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ സൊല്യൂഷൻ ആണെങ്കിൽ പി എ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഞാൻ കൊണ്ടുവരുന്നു P0 A ഇൻറ്റു കൈ എ. ഇതാണ് ഇക്വേഷൻ. P0 A എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് എ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ പ്യുവർ എ. അതേപോലെ തന്നെ പി ബി എന്ന് പറയുന്നത് ഏതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞത്? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇൻ സൊല്യൂഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നല്ലേ പറഞ്ഞത്? അഥവാ പി ബി എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും? P0 B ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇൻ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ പ്രഷർ. അതാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആകെ നമ്മുടെ മനസ്സിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ മാത്രം നമ്മുടെ മനസ്സിൽ മതി. പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P0 A ഇൻറ്റു കൈ എ പ്ലസ് P0 B ഇൻറ്റു കൈ ബി. ഓക്കെ ആണല്ലോ? അപ്പോൾ റൗൾസ് ലോ. ഇനി അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത് നമുക്കറിയാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കുറയുന്നു, അതിനനുസരിച്ച് പാർഷ്യൽ പ്രഷർ ഓഫ് എയും കുറയുകയാണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആ ഗ്രാഫിൽ നോക്കുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കൂടുന്നു, വേപ്പർ പ്രഷർ ഓഫ് എ അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി റൗൾസ് ലോനെ ബേസ് ചെയ്ത് അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണ്. രണ്ട് ടൈപ്പിലുള്ള സൊല്യൂഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് സൊല്യൂഷൻ വിച്ച് ഒബേ ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ. ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ ഫോർ എൻ്റർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. അതിൽ കോൺസെൻട്രേഷൻ ഒന്നും മാറ്റം ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള ആ സൊല്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the magnitude of A and B interaction is almost same as that of magnitude of AA interaction and BB interaction. നമ്മൾ A എന്ന് പറയുന്നത് സോൾവെൻറ്റും B എന്ന് പറയുന്നത് സൊല്യൂട്ടുമാണ്. അപ്പം നമ്മൾ സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സോൾവെൻറ്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ എ ബി ഇൻട്രാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡും നേരത്തെ സോൾവെൻറ്റിൽ ഉണ്ടായിരുന്ന എ എ മോളിക്കുളുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനും സൊല്യൂട്ടിൽ ഉണ്ടായിരുന്ന ബി ബി മോളിക്കുളുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓൾമോസ്റ്റ് ഐഡിയൽ സൊല്യൂഷനിൽ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ റൗൾസ് ലോയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ റൗൾസ് ലോയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എന്താണോ അത് തന്നെയായിരിക്കും ഐഡിയൽ സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷറും. എന്ന് പറഞ്ഞാൽ പി ടോട്ടൽ ഷുഡ് ബി ഈക്വൽ ടു P0 A ഇൻറ്റു കൈ എ പ്ലസ് P0 B ഇൻറ്റു കൈ ബി. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു പോയിന്റ് ആണ് എൻതാൽപി ചേഞ്ച് ഡ്യൂറിങ് മിക്സിംഗ് ടു ഗെറ്റ് ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് വോളിയം ചേഞ്ച് ഡ്യൂറിങ് മിക്സിംഗ് ടു ഗെറ്റ് ഐഡിയൽ സൊല്യൂഷൻ. രണ്ടും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ അതിന് പോകുന്നതിന് മുൻപേ നമുക്ക് ഈ ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിളും കൂടെ ഒന്ന് ഓർത്തിരുന്നോണം. ബെൻസീൻ ആൻഡ് ടൊളുവിൻ മിക്സർ, നോർമൽ ഹെക്സൈൻ ആൻഡ് നോർമൽ ഹെപ്റ്റൈന്, ക്ലോറോ ബെൻസീൻ ആൻഡ് ബ്രോമോ ബെൻസീൻ, ഈതൈൽ ബ്രോമൈഡ് ആൻഡ് ഈതൈൽ ക്ലോറൈഡ്. ഈ എക്സാമ്പിൾ ഒന്ന് ഓർത്തിരുന്നോണം കേട്ടോ. അപ്പോൾ ഇനി നോൺ ഐഡിയൽ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, ഐഡിയൽ സൊല്യൂഷൻ സാറെ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? റൗൾസ് ലോ ഒബേ ചെയ്യാത്ത ആൾക്കാരായിരിക്കണം. സൊല്യൂഷൻ വിച്ച് ഡസ് നോട്ട് ഒബേ റൗൾസ് ലോ ഫോർ എൻ്റർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി ഇൻട്രാക്ഷനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ റൗൾസ് ലോയിൽ നമുക്ക് രണ്ട് ടൈപ്പിലുള്ള സൊല്യൂഷനാണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോയും ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ റൗൾസ് ലോയിൽ നോൺ ഐഡിയൽ സൊല്യൂഷനിൽ ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. ഇൻ സച്ച് എ സൊല്യൂഷൻ എ ബി ഇൻട്രാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ എ ബി ഇൻട്രാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ഇൻട്രാക്ഷൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് എ എ ഇൻട്രാക്ഷൻ ആൻഡ് ബി ബി ഇൻട്രാക്ഷൻ. ദെർഫോർ observed vapor pressure will be always greater than that of vapor pressure expected from Raoult's law.
അഥവാ ടോട്ടൽ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി. നേരത്തെ ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ അത് ഈക്വൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതെന്താണ്, ഗ്രേറ്റർ ദാൻ ആയി. ഓക്കെ, ഡെൽറ്റ എച്ച് മിക്സിങ്ങും ഡെൽറ്റ വി മിക്സിങ്ങും അവിടെ പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ അതിൻ്റെ ഗ്രാഫ് നമ്മൾ നോക്കുവാണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഗ്രാഫിൽ ആ ഗ്രീൻ ഡോട്ടഡ് ലൈൻ നിങ്ങൾ കണ്ടില്ലേ, അത് നമ്മുടെ റൗൾസ് ലോയിൽ നമ്മൾ നേരത്തെ കണ്ടത്. അതിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റൗൾസ് ലോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉടനെ മാർക്ക് ചെയ്തോണം, സാറേ അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്, കാരണം മുകളിലേക്കാണ് വേപ്പർ പ്രഷർ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലാണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, മൂന്നാമത് നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്, ഓർത്തിരുന്നോണം. അസറ്റോണ് പ്ലസ് ഈഥൈൽ ആൽക്കഹോള്, അസറ്റോണ് പ്ലസ് കാർബൺ ഡൈസൾഫൈഡ്, ബെൻസീന് പ്ലസ് ടൊളുവിന്, ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് സൈക്ലോ ഹെക്സൈന്, ബെൻസീൻ ആൻഡ് മെഥനോൾ, ഇതൊക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോസിറ്റീവ് ഡീവിയേഷനിൽ എ ബി ഇൻട്രാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറവാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഡീവിയേഷൻ വരുമ്പോഴത്തേക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ഇൻട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എ ഇൻട്രാക്ഷൻ ആൻഡ് ബി ബി ഇൻട്രാക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാഗ്നിറ്റ്യൂഡ് കൂടുതലായതുകൊണ്ട് വേപ്പർ പ്രഷർ, ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വേപ്പർ പ്രഷർ എക്സ്പെക്റ്റഡ് ഫ്രം റൗൾസ് ലോ. കാരണം പുറത്തേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും ഈ എ ബി ഇൻട്രാക്ഷൻ കൂടുതലായതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ആ കാണാൻ സാധിക്കുന്ന വേപ്പർ പ്രഷർ, അതായത് അതാണ് ശരിക്കുള്ള വേപ്പർ പ്രഷർ, അത് എപ്പോഴും റൗൾസ് ലോ പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റൗൾസ് ലോ പ്രകാരം തിയററ്റിക്കലി കണ്ടുപിടിക്കുന്ന വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും. നോക്കിക്കേ, സൈൻ കുറവെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെൽറ്റ എച്ച് മിക്സിങ്ങും ഡെൽറ്റ വി മിക്സിങ്ങും എടുക്കുവാണെങ്കിൽ നെഗറ്റീവാണ്, അതൊന്ന് ഓർത്ത് വെച്ചോണം. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ രണ്ടും നെഗറ്റീവാണ്, പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും പോസിറ്റീവാണ്. ഗ്രാഫ് വരുമ്പോഴത്തേക്കും താഴേക്കാണ് ആ ബ്ലൂ ലൈൻ വരുന്നത്. ഡോട്ടഡ് ലൈൻ ഏതായിരുന്നു, റൗൾസ് ലോ പ്രകാരമുള്ളത്. ഒബ്സർവ്ഡ് ആണ് താഴേക്ക് വരുന്നത്, നെഗറ്റീവ് കുറവാ. എക്സാമ്പിൾസും ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിന് ഇൻ ബിറ്റ്വീൻ ഒരു അസിയോട്രോപിക് മിക്സർ ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഓൾറെഡി നമുക്ക് ഐഡിയൽ പോസിറ്റീവ് ഡീവിയേഷനിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷനിൽ നിന്നും നെഗറ്റീവ് ഡീവിയേഷനിൽ നിന്നും നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയായിരുന്നു നമ്മുടെ 4 എണ്ണം എന്ന് പറയുന്നത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, നാലാമത്തത് ഓസ്മോട്ടിക് പ്രഷർ. ഇതിൽ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണെങ്കിൽ ഇക്വേഷൻ ഓർക്കേണ്ടത് P0A മൈനസ് PS ഡിവൈഡഡ് ബൈ P0A ഈസ് ഈക്വൽ ടു കൈ ബി. അതിൽ P0A മൈനസ് PS ഡിവൈഡഡ് ബൈ P0Aനെയാണ് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് P0A മൈനസ് PS ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തത് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിലേക്ക് പോകുമ്പോൾ ഗ്രാഫ് ഒന്ന് ഓർത്തിരിക്കുക, ഇക്വേഷൻ ഓർത്തിരിക്കുക. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M. M എന്ന് പറയുന്നത് മൊളാലിറ്റി. ഓക്കെ, മൊളാലിറ്റി എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക കേട്ടോ. മൊളാലിറ്റിയുടെ ഇക്വേഷൻ ഉപയോഗിച്ച് അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു M. M എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഞാനിവിടെ ഒന്നത് എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു. KF ഇൻറ്റു മൊളാലിറ്റി ആരാ? WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. സോൾവെന്റ് ഗ്രാമിന് പകരം കിലോഗ്രാമിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ 1000 കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിലേക്ക് പോകുന്നതിന് മുൻപ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ ഓസ്മോസിസ് എന്താണെന്ന് ഉണ്ടാവണം. ഈ ഓസ്മോസിസ് എളുപ്പം ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫിഗർ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നോക്കിക്കേ, ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിക്കേ, എന്താ ഓസ്മോസിസ്? അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കുറച്ച് ആൾക്കാർ ഒരു ഡോട്ടഡ് ലൈനിലൂടെ, അത് നമ്മുടെ സെമി പെർമബിൾ മെംബ്രെയിൻ ആണ്, മറ്റിടത്തേക്ക് ഇപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് വരുന്നല്ലേ. ഓസ്മോസിസ് ഇസ് ദി ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ടുവേഴ്സ് സൊല്യൂഷൻ സൈഡ് ത്രൂ എ സെമി പെർമബിൾ മെംബ്രെയിൻ. അല്ലെങ്കിൽ ഓസ്മോസിസ് ഈസ് ദി ഫ്ലോ ഓഫ്
സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു സൊല്യൂഷൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. അപ്പോൾ ആ ഒരു ഫ്ലോയിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ സോൾവെന്റ് മോളിക്യൂൾസിന്റെ ആ ഫ്ലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓസ്മോസിസ് അല്ല, ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ മീൻസ് ഇറ്റ് ഈസ് ദ pressure applied to the solution side in order to prevent the flow of solvent molecules ത്രൂ സെമി പെർമബിൾ മെംബ്രെയിൻ. നോക്കിക്കേ, ആ സെമി പെർമബിൾ മെംബ്രെയിനിലൂടെ സോൾവെന്റ് മോളിക്യൂൾസിന്റെ ഫ്ലോ തടയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സസ് പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി. ഇവിടെ കണ്ടോ, നമ്മൾ ഈ പിസ്റ്റൺ ഉപയോഗിച്ച് നമ്മൾ പ്രഷർ കൊടുക്കുക. അങ്ങനെ പ്രഷർ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഈ സൊല്യൂഷൻ സൈഡിൽ നിന്ന് പ്യുവർ സോൾവെന്റിലേക്കുള്ള സോൾവെന്റ് മോളിക്യൂൾസിന്റെ ഫ്ലോ നമ്മൾ എന്ത് ചെയ്യുകയാണ്, തടയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഓസ്മോസിസ് എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം പ്യുവർ സോൾവെന്റ് ടു സൊല്യൂഷൻ സൈഡ് ത്രൂ സെമി പെർമബിൾ മെംബ്രെയിൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സൊല്യൂഷൻ സൈഡ് ഇവിടെ നമ്മൾ എക്സസ് പ്രഷർ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ, സൊല്യൂഷൻ സൈഡിൽ നമ്മൾ എക്സസ് പ്രഷർ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഈ പ്യുവർ സോൾവെന്റിലുള്ള സോൾവെന്റ് മോളിക്യൂൾസിന്റെ ഫ്ലോയിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ എക്സസ് പ്രഷർ അല്ലെങ്കിൽ ആ കൊടുക്കുന്ന എക്സസ് പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അവിടെയും ഒരു പോയിന്റ് ഇതായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ solvent molecules will flow from solution to pure solvent. That method is used for the desalination of sea water. അപ്പോൾ തിയററ്റിക്കലി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം മറന്നു പോകരുത്, ഓസ്മോസിസ് ആരാ, അതിൽ നിന്നായിരിക്കണം ഓസ്മോട്ടിക് പ്രഷർ കൊടുക്കേണ്ടത്. ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾ ഫ്രം പ്യുവർ സോൾവെന്റ് ടു സൊല്യൂഷൻ സൈഡ് ത്രൂ സെമി പെർമബിൾ മെംബ്രെയിൻ, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു സൊല്യൂഷൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ത്രൂ സെമി പെർമബിൾ മെംബ്രെയിൻ. ഓക്കെ, പിന്നെ അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പൈ ഈസ് ഈക്വൽ ടു CRT. അടുത്തതാണ് ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് വാൻ ഹോഫ് ഫാക്ടർ I. വാൻ ഹോഫ് ഫാക്ടർ I കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ ആഡ് ചെയ്യുന്ന നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ, അതായത് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അതല്ലെങ്കിൽ പ്യുവർ സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ നടത്തുന്നുണ്ടെങ്കിലാണ് വാൻ ഹോഫ് ഫാക്ടർ I കൺസിഡർ ചെയ്യേണ്ടത്. I കണ്ടുപിടിക്കാൻ വേണ്ടി പല ഫോർമുലകളുണ്ട്. നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ്, അല്ലെങ്കിൽ ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അസോസിയേഷൻ ആണെങ്കിൽ I വാല്യൂ ഈക്വൽ ടു 1 ആണ്. ഡിസോസിയേഷനോ അസോസിയേഷനോ ഇല്ല എങ്കിൽ I 1 ആണ്. അസോസിയേഷൻ ആണെങ്കിൽ I ലെസ് ദാൻ 1, ഡിസോസിയേഷൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ അവിടെ നമ്മൾ I വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. അസോസിയേഷൻ ആണെങ്കിൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് n ഇൻറ്റു I-1 ഡിവൈഡഡ് ബൈ 1 - n ആണ്. ഡിസോസിയേഷൻ ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ n-1. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ഒന്ന് ഓർത്തിരുന്നോണം. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും അസോസിയേഷനും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് മോഡിഫൈ ചെയ്ത് എടുക്കാം. ആ ഇക്വേഷനും ഒന്ന് ഓർത്തിരുന്നോണം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ നമുക്ക്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക, ഞാൻ കുറച്ച് ഹെൻറീസ് ലോ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ഓർഡർ ഓഫ് സോലുബിലിറ്റി എന്താണെന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നത്. വളരെ എളുപ്പം നമുക്കത് ആൻസർ ചെയ്യത്തില്ലേ സാറേ? ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ടല്ലോ. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് സോലുബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? സാറ് തന്നെ പറഞ്ഞത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്. അപ്പോൾ എവിടെയാണോ KH വാല്യൂ ഏറ്റവും കൂടുതൽ അവിടെ എന്തായിരിക്കണം? സോലുബിലിറ്റി ഏറ്റവും കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ സോലുബിലിറ്റി ഏറ്റവും കുറവാരാ? ഹീലിയത്തിന്റെ കേസിൽ അല്ലേ? പെട്ടെന്ന് തന്നെ നമുക്കത് ആൻസർ മാർക്ക് ചെയ്തില്ലേ? കാരണം സോലുബിലിറ്റി ഏറ്റവും കുറവ് ഹീലിയം തന്നിരിക്കുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അതാരാ? 1. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന് 0.1 മോളാർ കാൽഷ്യം ഫോസ്ഫേറ്റ് സൊല്യൂഷൻ ഡിസോസിയേറ്റഡ് ബൈ 70%. അതായത് പെർസെൻറ്റേജ് ഓഫ് ഡിസോസിയേഷനാണ് തന്നിരിക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് ഡിസോസിയേഷൻ ഉണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഉണ്ട്, അത് 0.7 ആയിരിക്കും. കാരണം 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ദെൻ ദ വാൻ ഹോഫ് ഫാക്ടർ I കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഉടനെ നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ഐയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഴുതുന്നു. ആൽഫ ഈസ് ഈക്വൽ ടു I - 1 ഡിവൈഡഡ് ബൈ N - 1. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷനാണ്. ആഫ്റ്റർ ഡിസോസിയേഷൻ എത്ര വരും എന്നുള്ളത് പെട്ടെന്നൊന്ന് നിങ്ങൾ നോക്കിക്കേ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ. കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലടാ, Ca3PO4 ടോയ്സ. ഇത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എത്ര കാൽഷ്യം അയോണാണ്? 3 കാൽഷ്യം അയോണും അതുപോലെ തന്നെ 2 ഫോസ്ഫേറ്റ് അയോണും അല്ലേ ഫോം ചെയ്യുന്നത്. അപ്പോൾ എണ്ണം എത്രയാണ്? 5. അപ്പോൾ ജസ്റ്റ് വാല്യൂ നമ്മൾ കൊടുത്തു വെച്ചാൽ മതി. 0.7 ആണ് ആൽഫ ഈസ് ഈക്വൽ ടു I - 1. ശരിയാണല്ലോ. ഡിവൈഡഡ് ബൈ 5 - 1 4. 0.7 ഈസ് ഈക്വൽ ടു I - 1 ഡിവൈഡഡ് ബൈ 4. ഇത് സിംപ്ലിഫൈ ചെയ്ത് ഐ വാല്യൂ കണ്ടുപിടിക്കത്തില്ലേ? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ നമ്പർ 2 ആണ്. ഓക്കെ. അപ്പോൾ ഇതേപോലുള്ള ഡയറക്റ്റ് ഫോർമുലകൾ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമുക്ക് സൊല്യൂഷൻസിൽ വരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മേ ബി ഡിഫിക്കൽട്ട് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ. ഒരു കോംപ്ലക്സ് നമുക്ക് തന്നിട്ടുണ്ട്, CrCl3xNH3. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് 1 മോളാർ സൊല്യൂഷൻ. 1 മോളാർ സൊല്യൂഷൻ ഈസ് ഡബിൾ ഓഫ് 1 മോളാർ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ 1 മോളാർ സൊല്യൂഷന്റെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിനേക്കാളും ഡബിൾ ആണ് നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സിന്റെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഗ്ലൂക്കോസിന്റെ കേസിൽ ΔTB എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ തന്നിരിക്കുന്ന സൊല്യൂഷൻ കോംപ്ലക്സിന്റെ കേസിൽ ΔTB എന്ന് പറയുന്നത് എത്രയാണ്? 2x. ഗ്ലൂക്കോസിന്റെ കേസിൽ ΔTB നമുക്ക് എങ്ങനെ എഴുതാം? ΔTB ഈസ് ഈക്വൽ ടു I ഇൻറ്റു KB ഇൻറ്റു 1. മൊളാലിറ്റി 1 ആണല്ലോ, അപ്പോൾ 1 എന്ന് ഞാൻ കൊടുത്തു. ഇവന്റെ കേസിൽ ΔTB ഈസ് ഈക്വൽ ടു I ഇൻറ്റു KB ഇൻറ്റു M. 1 തന്നെയാണ്, കാരണം അവിടെ മൊളാലിറ്റി 1. KB കോൺസ്റ്റന്റ് രണ്ടുപേരുടെ കേസിലും. ഇപ്പം രണ്ടുപേരുടെ കേസിലും മൊളാലിറ്റി 1. പക്ഷേ ഗ്ലൂക്കോസിന്റെ ΔTB എക്സ് ആണ് എങ്കിൽ കോംപ്ലക്സിന്റെ ΔTB എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2x ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ മനസ്സിലാക്കും? ഐ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അല്ലെങ്കിൽ ഐ വാല്യൂ അല്ല കണ്ടുപിടിക്കേണ്ടത്, എക്സിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് NH3യുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ചോദിച്ചോട്ടെ, ഇതിൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവൻ എക്സും ഇവൻ 2x ആകാനുള്ള കാരണം എന്താ? വേരി ചെയ്യുന്നത് ആര് മാത്രമേ ഉള്ളൂ? ഐ വാല്യൂ മാത്രമേ ഉള്ളൂ. കാരണം KB കോൺസ്റ്റന്റ്, മൊളാലിറ്റി 1 ആണെന്ന് ഓൾറെഡി രണ്ടുപേരുടെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം നമുക്ക് ΔTB എക്സിൽ നിന്ന് 2xലേക്ക് മാറാനുള്ള കാരണം എന്താ? കാരണം ഇവിടെ I 1 ആണ് ഗ്ലൂക്കോസ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ I നിർബന്ധമായിട്ടും എന്തായിരിക്കും? 2 ആ. അപ്പം നമുക്ക് ഐ വാല്യൂ, കോംപ്ലക്സിന്റെ ഐ വാല്യൂ 2 ആ കിട്ടിയത്. കോംപ്ലക്സിന്റെ ഐ വാല്യൂ 2 ആണെന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ എത്ര അയോൺസ് ആയിട്ട് മാറണം? 2 അയോൺസ് ആയിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ ഈ കോംപ്ലക്സ് നമുക്ക് എങ്ങനെ എഴുതാം? 2 അയോൺസ് ആയിട്ട് മാറണമെങ്കിൽ ഒരു ക്ലോറിൻ എന്ത് ചെയ്യണം? പുറത്ത് പോകണ്ടേ? ഒരു ക്ലോറിൻ പുറത്ത് പോകണം. കോർഡിനേഷൻ നമ്പർ എന്തായിരിക്കാൻ വേണം? ക്രോമിയത്തിൻ്റെ 6 ആണ് കോർഡിനേഷൻ നമ്പർ. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കണം. ഒരു ക്ലോറിൻ പുറത്ത് പോവുകയും വേണം. അങ്ങനെ വരണമെങ്കിൽ നിർബന്ധമായിട്ടും NH3യുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കണം? കോർഡിനേഷൻ നമ്പർ 6 വരണമെങ്കിൽ എണ്ണം എത്രയായിരിക്കണം? 4 ആയിരിക്കണം. ആൻസർ ആയല്ലോ. ഇപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, ഐ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചു. അതിനുശേഷം ഐ വാല്യൂ 2 വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ കോംപ്ലക്സ് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ 2 അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ 2 അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ക്ലോറിൻ, NH3 പോയാൽ പാര, കാരണം അയോൺസ് ആയിട്ട് മാറുന്ന ക്ലോറിനാണ്. NH3 ഒരു ക്ലോറിൻ നിർബന്ധമായിട്ടും പുറത്തു പോകണം. മൈനസ് പ്ലസ് 2 അയോൺസ്, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോം ആൻഡ് അസിയോട്രോപിക് മിക്സർ ആണ്? ഇത് ഓർത്തിരിക്കണം, നമ്മുടെ NCERT കൊടുത്തിരിക്കുന്നതാണ്. 68% നൈട്രിക് ആസിഡ് ആൻഡ് 32% വാട്ടർ. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ സൊല്യൂഷൻസിൽ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അത് പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, ഞാൻ പറഞ്ഞു ഓൾറെഡി 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സിൽ. ഈ കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്.
ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ റേറ്റ് എഴുതാം? ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണ്? ജസ്റ്റ് മൾട്ടിപ്ലൈ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം വിത്ത് റെസിപ്രോക്കൽ ഓഫ് സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റ്. റിയാക്റ്റൻ്റ് ആണെങ്കിൽ മൈനസ് സൈൻ കൊടുക്കണം, പ്രോഡക്റ്റ് ആണെങ്കിൽ പ്ലസ് സൈൻ കൊടുക്കണം. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വരുന്ന ഇക്വേഷൻസിലും നമുക്ക് റേറ്റ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം. റേറ്റോ ഡിസപ്പിയറൻസോ അപ്പിയറൻസോ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഒന്നും നിങ്ങൾ ചെയ്ത് നോക്കരുത്. ജസ്റ്റ് ഡിവൈഡ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം. നോ നീഡ് ടു മൾട്ടിപ്ലൈ വിത്ത് റെസിപ്രോക്കൽ ഓഫ് സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റ്. ഓക്കെ. ഇനി റിലേഷൻഷിപ്പ് നമ്മൾ ചോദിക്കുവാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്തോണം? റേറ്റ് നമ്മൾ എഴുതി നോക്കണം, എന്നിട്ടേ നമ്മൾ ആ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാവുള്ളൂ. റേറ്റിലെ എക്സ്പ്രഷൻ ആണെങ്കിൽ just we can express it as rate is equal to k into concentration of A with power x into concentration of B with power y. Order of reaction ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? Just add the power of concentration term. X plus y is considered as order of reaction. Order with respect to A ആണെങ്കിൽ x, order with respect to B ആണെങ്കിൽ y. ഡിഫറൻസ് ബിറ്റ്വീൻ മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ ഓഫ് റിയാക്ഷൻ നമ്മുടെ NCERT-യിൽ കൃത്യമായിട്ട് നമുക്ക് തരികയും ഈ കുറച്ച് വർഷങ്ങളായിട്ട് ചോദിക്കാതിരിക്കുകയും ചെയ്തൊരു കോൺസെപ്റ്റാണ്. അതുകൊണ്ട് പോസിബിലിറ്റി എപ്പോഴും ഇതിനൊരു കൂടുതലാണ്. 3 പോയിന്റുകളാണ് NCERT ബുക്കിൽ തന്നിരിക്കുന്നത്. ഓർത്ത് വെച്ചേക്കുക. ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് ആൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. ഇറ്റ് ക്യാൻ ബി 0 ആകാം, നെഗറ്റീവ് ആകാം, ബട്ട് മോളിക്കുലാരിറ്റി ഈസ് എ തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആൻഡ് cannot be നെഗറ്റീവ്, ഫ്രാക്ഷൻ, ഇൻഫിനിറ്റി, ഇമാജിനറി എക്സെട്ര. രണ്ടാമത് ഓർക്കേണ്ടത് ഓർഡർ ഈസ് ആപ്ലിക്കബിൾ ഫോർ ബോത്ത് എലമെന്ററി ആസ് വെൽ ആസ് കോംപ്ലക്സ് റിയാക്ഷൻ. എലമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ്, റിയാക്ഷനെയാണ് എലമെന്ററി റിയാക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് മോളിക്കുലാരിറ്റി ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ എലമെന്ററി റിയാക്ഷൻ ഓർ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ. മൂന്നാമത്തെ പോയിന്റ് ഓർക്കേണ്ടത് ഫോർ എ കോംപ്ലക്സ് റിയാക്ഷൻ ഓർഡർ ഈസ് ഗീവൺ ബൈ ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ശ്രദ്ധിച്ചോണം, മോളിക്കുലാരിറ്റി ഓഫ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് overall order of reaction. Molecularity of a slowest step in a complex reaction is same as that of overall order of reaction. Okay. അതുപോലെ തന്നെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എളുപ്പം ഓർഡർ കണ്ടുപിടിക്കാം. കാരണം റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1 ആണെങ്കിൽ 0 ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് റേസ് ടു -1 ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനി മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1 ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. മോൾ റേസ് ടു -2 ലിറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -1 ആണെങ്കിൽ തേർഡ് ഓർഡർ റിയാക്ഷൻ. പിന്നെയുള്ളത് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിന്റെ ഹെർട്ട് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റിലോ എക്സ്പ്രഷനിൽ നിന്നാണ്. ഇന്റഗ്രേറ്റഡ് റേറ്റിലോ എക്സ്പ്രഷൻ ഫോർ എ 0 ഓർഡർ റിയാക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് K ഈസ് ഈക്വൽ ടു R0 മൈനസ് R ഡിവൈഡഡ് ബൈ T. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കൂടി ഓർത്തോണം. R വേഴ്സസ് T ഈസ് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ് -K. Okay. For a first order reaction, the integrated rate law expression K is equal to 2.303 divided by T into log R0 divided by R. Graphically, it can be represented as log R versus T is linear negative slope, non-zero intercept ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു ഇക്വേഷനാണ്, റെയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. If R1 and R2 are concentration of reactant at 2 different time, T1 and T2, then rate constant K is expressed as 2.303 divided by T2 minus T1 into log R1 by R2. അഥവാ K is equal to 2.303 divided by T2 minus T1 into log rate R1 by R2. കോൺസെൻട്രേഷൻ R1 by R2 എന്നും പറയാം, റേറ്റ് R1 by R2 എന്നും പറയാം. കാരണം ഇത് കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ എപ്പോഴും റേറ്റ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആണ്. അത്രയൊന്നും ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഈ 2 ഫോർമുല നമ്മൾ ഉപയോഗിക്കാം എന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെയുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ T ഹാഫ് അല്ലടാ, ഹാഫ് ലൈഫ് പീരീഡ്. ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ടു ഹാഫ് ഓഫ് ദർ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ T ഹാഫ് എന്ന് പറയുന്നത് R0 ഡിവൈഡഡ് ബൈ 2K ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ T ഹാഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ
0.693/k. അവിടെ നിങ്ങൾ ഓർത്തോണം, സീറോ ഓർഡർ റിയാക്ഷനിൽ T½ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ T½ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ഇൻഡിപെൻഡന്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉപയോഗിക്കാവുന്ന ഷോർട്ട് കട്ട്സ് ആണ്. T75% എന്ന് പറയുന്നത് 2T½ T87.5% 3T½ T93.75% എന്ന് പറയുന്നത് 4T½ T96.875% 5T½ T99.9% 10T½ T99% 6.64T½ T90% 3.32T½ പക്ഷേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതോർഡർ റിയാക്ഷനിലേ ഉള്ളൂ, ഫസ്റ്റ് ഓർഡറിലേ ഉള്ളൂ. അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡറിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഷോർട്ട് കട്ടാണ് 2.303 × 0.3010. ഓർത്ത് വെച്ചേക്കണം, വാല്യൂ എത്രയാണ് വരുന്നത്? 0.693. അഥവാ 2.303 × log2, കാരണം log2ൻ്റെ വാല്യൂ ആണല്ലോ 0.3010 എന്ന് പറയുന്നത്, 0.693. ഞാൻ ഇവിടുന്ന് ഈ 2.303 തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ log2 എന്നുള്ളത് എന്തായിട്ട് മാറും? ln2, നാച്ചുറൽ ലോഗരിതമായിട്ട് മാറിയില്ലേ? ln2ൻ്റെ വാല്യൂ ആണ് ഈ 0.693. ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി അറിയാമല്ലോടോ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലെ T½ എന്ന് പറയുന്നത് 0.693/k അല്ലേ? ഇപ്പോൾ ഈ 0.693യുടെ വാല്യൂ എന്ന് പറയുന്നത് ln2ൻ്റെ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വീണ്ടും എങ്ങനെ എഴുതാം? ln2/k എന്നും നമുക്ക് കൊടുക്കാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ T½ ഇക്വേഷൻ. നമ്മുടെ ഫൈനൽ പോയിന്റ് Arrhenius equation. Arrhenius equation is mathematically represented as k is equal to a into e raised to minus EA/RT, where a represent Arrhenius constant അഥവാ Arrhenius parameter അഥവാ ഫ്രീക്വൻസി ഫാക്ടർ എന്നൊക്കെ നമ്മൾ വിളിക്കും. EA ആക്ടിവേഷൻ എനർജിയാണ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെൽവിൻ സ്കെയിലിൽ എക്സ്പ്രസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആയിരിക്കണം Arrhenius ഇക്വേഷനിൽ എടുക്കേണ്ടത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആക്ടിവേഷൻ എനർജി 0 ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻഫിനിറ്റി ആയിട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാങ്കല്പികമാണ്, ഒരു റിയാക്ഷനിലും ആക്ടിവേഷൻ എനർജി 0 ആകത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതുമാണ്. ടെമ്പറേച്ചർ ഇൻഫിനിറ്റി ആയിട്ട് എടുത്തു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും റേറ്റ് കോൺസ്റ്റന്റ് ആർക്ക് ഈക്വൽ ആയിട്ട് വരും? എയ്ക്ക് ഈക്വൽ ആയിട്ട് വരും. ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ ലോഗറിതമിക് ഫോമിലുള്ള ഇക്വേഷൻ ഓർത്തോണം. log k is equal to log a minus EA divided by 2.303 RT. അതുകൊണ്ട് തന്നെ ഗ്രാഫിക്കലി നമുക്കിത് റെപ്രസെന്റ് ചെയ്യാം. log k വേഴ്സസ് 1/t ഗ്രാഫ് ആണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ്, നോൺ സീറോ ഇന്റർസെപ്റ്റ്. സ്ലോപ്പ് ആരാ? മൈനസ് EA ഡിവൈഡഡ് ബൈ 2.303 R. ഫൈനലി നമ്മൾ ഒരേ റിയാക്ഷനിൽ തന്നെ രണ്ട് ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ, വി നീഡ് ടു യൂസ് ദ ഇക്വേഷൻ log k2/k1 ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 2.303 R ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2. ഇത് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? For a particular reaction, if K1 and K2 represent rate constant at two different temperature T1 and T2. അങ്ങനെ രണ്ട് ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലുള്ള ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ്റെ രണ്ട് റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ടെങ്കിലാണ് ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിയറി ആയിട്ട് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, ഞാൻ വരാൻ ചില സാധ്യതയുള്ള പ്രത്യേകതകളുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറയുക. In a first order reaction, the concentration of reactant decreases from 600 moles per decimeter cube, moles per liter, molarity, concentration, to 150 moles per liter, അല്ലെങ്കിൽ 150 mole decimeter cube, raised to -3, in 2 minutes, the rate constant of the reaction. എന്താണേലും നമുക്ക് ഇനിഷ്യൽ കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്, ഫൈനൽ കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിരിക്കുന്നത് 600 മോൾസ് പെർ ലിറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫൈനൽ കോൺസെൻട്രേഷൻ തന്നിരിക്കുന്നത് 150 മോൾസ് പെർ ലിറ്ററാണ്. റേറ്റ് കോൺസ്റ്റന്റ് കെ കണ്ടുപിടിക്കണം. ടി തന്നിട്ടുണ്ട്, 2 മിനിറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ മിക്കവാറും തെറ്റിക്കാൻ സാധ്യതയുള്ളത് ആൻസർ പക്ഷേ കണ്ടുപിടിക്കേണ്ടത് ഏതില്ല? സെക്കൻഡില്ല. അതുകൊണ്ട് തന്നിരിക്കുന്ന മിനിറ്റിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്തോണം? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തോണം. അത്രയും സെക്കൻഡ്. ഓക്കെ. അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? കെ ഈസ് ഈക്വൽ ടു
2.303 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ലോഗ് R0/R. ചെയ്യത്തില്ലേ? ലോഗ് R0/R സോൾവ് ചെയ്യുന്നു. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 2.303 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 60 120 അല്ലേ വരുന്നത്. 120 ഇൻറ്റു ലോഗ് 600 ഡിവൈഡഡ് ബൈ 15 60/15 എന്ന് എഴുതിയാൽ പോരെ. 4 ലോഗ് 4 എന്ന് പറയുന്ന വാല്യൂ നമുക്കറിയാം. ലോഗ് 4 ലോഗ് 2² എന്ന് എഴുതാം. അഥവാ 2.303 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 2 ലോഗ് 2. ലോഗ് 2വിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തരേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ലോഗ് 2വിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞത്? 0.3010. 0.3 എടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ നമ്പർ 2. ഓക്കെ. ഇനി അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റിനെ നമ്മൾ ചിലപ്പോൾ റെയർ ആയിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടാവത്തുള്ളൂ. ശ്രദ്ധിച്ച് നോക്കിക്കോണേ ക്വസ്റ്റിനെ. ഫോർ എ ഗീവൺ റിയാക്ഷൻ, നോക്കിക്കേ, റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഏത് റിയാക്ഷൻ അത്? +X കിലോ ജൂൾ. അപ്പം നിർബന്ധമായിട്ടും റിയാക്ഷൻ ഏതാണ്? സാറേ എൻഡോതെർമിക് ആണ്. യാതൊരു സംശയമില്ല. കാരണം പോസിറ്റീവ് ΔH വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻഡോതെർമിക് ആണ്. എൻഡോതെർമിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പഠിച്ചത്? റിയാക്ടന്റിന്റെ എനർജി ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് എനർജി ഓഫ് എ പ്രൊഡക്റ്റ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ഗ്രാഫ് കാണുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എക്സോതെർമിക് റിയാക്ഷന്റെ ഗ്രാഫ് ആണോ എൻഡോതെർമിക് റിയാക്ഷന്റെ ഗ്രാഫ് ആണോ. എൻഡോതെർമിക്കിന്റെ ഗ്രാഫ് ആണോ റിയാക്ടന്റിന്റെ എനർജി എപ്പോഴും ആരെക്കാളും കുറവായിരുന്നിരിക്കും, പ്രൊഡക്റ്റിന്റെ എനർജിനേക്കാളും കുറവായിരിക്കും. ഫസ്റ്റ് റിയാക്ഷൻ ഫാസ്റ്റ് സ്റ്റെപ്പാ, സെക്കൻഡ് റിയാക്ഷൻ സ്ലോ സ്റ്റെപ്പാ. ഫാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവേഷൻ എനർജി കുറവായിരിക്കും. സ്ലോ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവേഷൻ എനർജി കൂടുതലായിരിക്കും. അതുകൊണ്ടാണല്ലോ അവിടെ മെല്ലെ നടക്കുന്നത്. ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഷോൾഡ് എനർജി ഓവർകം ചെയ്യാൻ വേണ്ടി വേണ്ട ആ എക്സസ് എനർജി അല്ലേ. അപ്പം സ്ലോ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും മെല്ലെ നടന്നു പോകുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ കുറേ നടന്ന് കയറാനുണ്ട്. അതായത് ആക്ടിവേഷൻ എനർജി കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഗ്രാഫ്? 4 ഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏതാ വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. പെട്ടെന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാമല്ലോടാ. സാർ എൻഡോതെർമിക് എന്നല്ല പറഞ്ഞത്. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ റിയാക്ടന്റിന്റെ എനർജി കുറവായിരിക്കും. തന്നിരിക്കുന്ന ഗ്രാഫിൽ റിയാക്ടന്റിന്റെ എനർജി കുറവ് വരുന്ന ഏതൊക്കെ കേസിലാണ്? ഓപ്ഷൻ 1ലും അതുപോലെ തന്നെ റിയാക്ടന്റ് എനർജി പ്രൊഡക്റ്റിനെക്കാളും ഓപ്ഷൻ 4ലാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഫാസ്റ്റ് ആണെങ്കിൽ ആക്ടിവേഷൻ എനർജി കുറവായിരിക്കും. അപ്പോൾ ഇവനാണല്ലോ ആക്ടിവേഷൻ എനർജി. ആ ആക്ടിവേഷൻ എനർജി ഒന്നാമത്തെ സ്റ്റെപ്പാണിത്. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണിത്. ആക്ടിവേഷൻ എനർജി ഒന്നാമത്തെ സ്റ്റെപ്പിൽ കുറവ് വരുന്നത് എവിടെയാ? ഓപ്ഷൻ നമ്പർ 1ലല്ലേ. അപ്പോൾ അതായിരിക്കും ഫാസ്റ്റ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ലോ സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുക. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയിലുണ്ടല്ലോടാ, നമ്മൾ നോമൻക്ലേച്ചറിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് ആ നിയമങ്ങൾ മാത്രം നമ്മളൊന്ന് ഓർത്തിരിക്കുക. ലോങ്ങസ്റ്റ് ചെയിൻ റൂള്, റൂൾ ഫോർ ലാർജ് നമ്പർ ഓഫ് സൈഡ് ചെയിൻസ്, ലോവസ്റ്റ് നമ്പർ റൂള്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പേരുകൾ മാത്രം ഓർത്തിരിക്കുക. എന്നിട്ട് ആ റൂൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ടുവരിക. ലോവസ്റ്റ് സെറ്റ് ഓഫ് ലോക്കൻ റൂള്, നെയിം ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കീന്, ആൽഫബറ്റിക്കൽ ഓർഡർ, നമ്പറിംഗ് ഓഫ് ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റ് ഈക്വലൻ്റ് പൊസിഷൻ, നെയിമിംഗ് ഓഫ് സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ, ഈ ഫോർമുലകൾ നമ്മുടെ ഈ റൂൾസ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നോമൻക്ലേച്ചറിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. എല്ലാ റൂളും കാണാതെ പഠിക്കുക എന്നല്ല, നിങ്ങൾ റൂള് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് എടുക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ IUPAC നെയിമാണ് ചോദിച്ചേക്കുന്നത്. കൂടുതലൊന്നുമില്ല, നൈട്രജനിലേക്ക് നമ്മുടെ ഡെറിവേറ്റീവാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നൈട്രജനിലേക്ക് നമ്മൾ എന്താ കാണാൻ സാധിക്കുന്നത്? 2 ഈഥൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ഈഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നെയിം എങ്ങനെ ആയിരിക്കണം? NN ഡൈ ഈഥൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈഥൈൽ ബെൻസീനാമീൻ. ഓക്കെ, കാരണം നമുക്കറിയാം ഇത് അനിലിൻ്റെ ഡെറിവേറ്റീവാണ് വരുന്നത്. അനിലിൻ എന്ന് പറയുന്നത് ബെൻസീൻ അമീനാണ്. NN നൈട്രജനിലേക്ക് 2 ഈഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് NN ഡൈ ഈഥൈൽ ബെൻസീനാമീൻ. അപ്പം ഞാൻ ഇതിനൊരു എക്സാമ്പിൾ എന്നുള്ളത് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. നോമൻക്ലേച്ചറിൽ എങ്ങനെയാണ് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചു പോകേണ്ടത്, അത് മാത്രമേ ഞാൻ ഈ ഒരു പോർഷനിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഐസോമെറിസം അതേപോലെ തന്നെ, ഐസോമെറിസത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് 4 എണ്ണം. ചെയിൻ ഐസോമെറിസം, അതുപോലെ തന്നെ പൊസിഷൻ ഐസോമെറിസം, മെറ്റാമെറിസം, ടോട്ടോമെറിസം. ഈ 4 അല്ലെങ്കിൽ ഈ 5 കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ചെയിന്, പൊസിഷന്, അതുപോലെ തന്നെ
ഫങ്ഷണൽ ഐസോമറിസം കൂടി അതിന് കൂടെ ഓർത്തിരിക്കുക. ആൻഡ് ദെൻ ഫൈനലി ടോട്ടോമെറിസം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പൊതുവെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് വരുന്നത്. ചെയിൻ ഐസോമേഴ്സ് തന്നിരിക്കുന്നതിൽ ചെയിൻ ഐസോമേഴ്സ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ചെയിൻ ഐസോമേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് അറേഞ്ച്മെൻറ്റ് ആയിരിക്കണം ചെയിനിൽ ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് അറേഞ്ച്മെൻറ്റ് ചെയിനിലുള്ള അറേഞ്ച്മെൻറ്റ് ആയിരിക്കണം ഡിഫറൻറ്റ്. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫങ്ഷണൽ ഐസോമറിസോ. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരരുത്. നേരെ മറിച്ച് എന്തേ വരാൻ പാടുള്ളൂ? ചെയിനിലുള്ള അറേഞ്ച്മെൻറ്റ് മാത്രമായിരിക്കണം. അതായത് സ്ട്രെയിറ്റ് ചെയിൻ ചിലപ്പോൾ ബ്രാഞ്ചിലായിട്ട് മാറാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെയിനിലുള്ള അറേഞ്ച്മെൻറ്റ് വരുന്നത് ഏത് കേസിൽ മാത്രമേ ഉള്ളൂ? ഒന്നെങ്കിൽ സാറേ അത് 2 ആയിരിക്കാം, അല്ലെങ്കിൽ അത് 3 ആയിരിക്കാം. ഇതിലേതെങ്കിലും ആയിരിക്കാം. പക്ഷെ അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ നോക്കേണ്ടത് കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം കൂടി നിങ്ങൾ നോക്കിക്കോണം. അപ്പോൾ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ആയിരിക്കണം വരേണ്ടത്. ഇവിടെ നോക്കിക്കേ 1 2 3 4 5 6 കാർബൺ ആറ്റം. ഇവിടെ നോക്കിക്കേ 1 2 3 4 5 6 കാർബൺ ആറ്റം ഉണ്ടല്ലോ. പക്ഷേ മൂന്നാമത്തേൽ വരുമ്പോഴോ 1 2 3 4 5 6 7 കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആൻസർ ഏതേ വരത്തുള്ളൂ? ഓപ്ഷൻ നമ്പർ 2 വരത്തുള്ളൂ. ഞാൻ ചെയ്ത ആ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ 1 4 ഞാൻ മനഃപൂർവ്വം അങ്ങ് ഒഴിവാക്കി. എന്തുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയത്? കാരണം ചെയിൻ ഐസോമേഴ്സ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഡിഫറൻസ് എവിടെ മാത്രമേ വരത്തുള്ളൂ? ചെയിനിൽ മാത്രമേ വരത്തുള്ളൂ. 1 4 ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയാണ്. കാരണം 1 മെറ്റാമർ ആണെങ്കിൽ നാലാമത്തത് ഫങ്ഷണൽ ഐസോമറ. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള മൂന്നാമത്തെ പാർട്ടിലേക്ക് പോകുന്നു. റിയാക്ഷൻ മെക്കാനിസം. റിയാക്ഷൻ മെക്കാനിസത്തിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, റെസൊണൻസ് ഇഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇറ്റ്സ് എ പെർമനന്റ് ഡിസ്പ്ലേസ്മെന്റ് ഓർ ഷിഫ്റ്റിംഗ് ഓഫ് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് അലോങ് എ സാച്ചുറേറ്റഡ് കാർബൺ ചെയിൻ വെന്നെവർ ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഓർ ആൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു ദിസ് കാർബൺ ചെയിൻ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ പ്ലസ് ഐ ഇഫക്റ്റും, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ മൈനസ് ഐ ഇഫക്റ്റും. ഓർത്ത് വെച്ചോണം, സ്ക്രീനിൽ കാണുന്ന മൈനസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളാണ് ഞാൻ തന്നിരിക്കുന്നത്. നിർബന്ധമായിട്ടും ഇത് ഓർത്ത് വെച്ചോണം, മൈനസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ. ഓക്കെ, ഇനി അതേപോലെ തന്നെ പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ ഓർത്ത് വെച്ചോണം. റെസൊണൻസ് ഇഫക്റ്റ് അഥവാ മീസോമറിക് ഇഫക്റ്റ്, ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ പാർട്ട് ഓഫ് എ കോൺജുഗേറ്റഡ് പൈ സിസ്റ്റം ടു അനദർ പാർട്ട് റിസൾട്ടിംഗ് ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി വിത്ത് ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഏരിയ ആസ് വെൽ ആസ് ലോ ഇലക്ട്രോൺ ഡെൻസിറ്റി ഏരിയ. പ്ലസ് ആർ ഇഫക്റ്റും ഉണ്ട്, പ്ലസ് എം ഇഫക്റ്റും ഉണ്ട്. എക്സാമ്പിളും ഓർത്ത് വെച്ചേക്കണം. ഹൈപ്പർ കോൺജുഗേഷൻ അതേപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഹൈപ്പർ കോൺജുഗേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രയും നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി. ഇറ്റ് ഇൻ വേർ മീഥൈൽ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു കാർബൺ ആറ്റം വിത്ത് അൺസാച്ചുറേറ്റഡ് കാർബൺ ആറ്റം ഓർ ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ്, മീഥൈൽ ആവണമെന്നില്ല, ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു കാർബൺ ആറ്റം വിത്ത് പോസിറ്റീവ് ചാർജ് ഓർ കാർബൺ ആറ്റം വിത്ത് ഓഡ് ഇലക്ട്രോൺ. അപ്പോൾ നമ്മുടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അൺസാച്ചുറേറ്റഡ് കാർബൺ ആറ്റത്തിലേക്ക് അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈലാകണമെന്നില്ല, ആൽക്കൈലാകാം കേട്ടോ, മറന്നു പോകരുത്, കാർബോ ക്യാറ്റോണിലേക്ക് പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിലേക്ക്, അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു കാർബൺ വിത്ത് അൺപെയർഡ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ. ഇപ്പം ഇങ്ങനെയുള്ള കേസുകളിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? നമ്മുടെ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് റിയാക്ഷൻ മെക്കാനിസത്തിൽ വരുന്നത്. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് 1-2 പ്രാവശ്യം വായിച്ച് നോക്കിയാൽ മതി, ചെയ്യാൻ സാധിക്കും. പ്ലസ് ഐ ഇഫക്റ്റ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് വരുന്നത് ആരുടെ കേസിലാണെന്നാണ് ചോദ്യം. ഓക്കെ, അത് ഞാൻ തന്നിരിക്കുന്ന ആ ടേബിൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം, ആ ഓർഡർ. പിന്നെയുള്ളത് നമ്മുടെ ഫൈനൽ കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുക അല്ലെങ്കിൽ ഫൈനൽ ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മൾ പ്രധാനമായിട്ടും ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് ഞാനിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ഫോർമുലകൾ ഓർത്ത് വെക്കുക പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി. നമ്മുടെ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 44 ഇൻറ്റു 100. ഹൈഡ്രജൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാനാണെങ്കിൽ മാസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഗീവൺ ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 100. വേറൊന്നുമില്ല, ഫോർമുലകൾ ഓർത്തിരിക്കുക.
പിന്നെയുള്ളത് എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ 2 മെത്തേഡ് ഉണ്ട്. ഡുമാസ് മെത്തേഡും അതുപോലെ തന്നെ ജൽദാസ് മെത്തേഡും ഉണ്ട്. ഡുമാസ് മെത്തേഡ് ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ജൽദാസ് മെത്തേഡ് ആണെങ്കിലും പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. പക്ഷേ ജൽദാസ് മെത്തേഡിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് നൈട്രജൻ ഇൻ ദ റിങ് സച്ചാസ് പിരിഡിന്, ക്വിനോളോൺ, ഓർഗാനിക് കോമ്പൗണ്ട്സ് സച്ചാസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് NO2 അങ്ങനെയുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ, അതായത് NO2 ഗ്രൂപ്പ് വരുന്നത് നൈട്രജൻ റിങ്ങിനുള്ളിൽ വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ, അങ്ങനെയുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ ഒന്നും ഏത് ആപ്ലിക്കബിൾ അല്ല, ജൽദാസ് മെത്തേഡ് ആപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ എസ്റ്റിമേഷൻ ഓഫ് ഹാലോജൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അത് ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം, അയോഡിൻ ആകാം. അറ്റോമിക് വെയിറ്റ് ഓഫ് ഹാലോജൻ ഡിവൈഡഡ് ബൈ അറ്റോമിക് വെയിറ്റ് ഓഫ് സിൽവർ ഹാലൈഡ് ഇൻറ്റു മാസ് ഓഫ് സിൽവർ ഹാലൈഡ് ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. ഞാൻ അതിൻ്റെ ജനറൽ ഫോർമുല എടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എസ്റ്റിമേഷൻ ഓഫ് സൾഫർ, പെർസെൻറ്റേജ് ഓഫ് സൾഫർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല 32 divided by 233 into mass of barium sulfate divided by mass of organic compound into 100. എസ്റ്റിമേഷൻ ഓഫ് ഫോസ്ഫറസും അതേപോലെ തന്നെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ആ ഫോർമുലകളാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാകേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന്, പ്രത്യേകിച്ച് പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വൈഡ് ആയിട്ട് ഉള്ള ചാപ്റ്റർ ആണെങ്കിലും നമുക്കത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് ഈ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ നോക്കി പോവുക. അപ്പോൾ നോക്കിക്കുക നിങ്ങൾ, ഞാനൊരു ചോദ്യം നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി മാത്രം ഞാനൊരു ചോദ്യം ഉപയോഗിക്കുന്നു. ജൽദാസ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ ഫോർ വിച്ച് കേസ്? ഞാൻ നേരത്തെ പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്, സാധ്യത വളരെ കൂടുതലുള്ളതാണ്. റിങ്ങിൽ നൈട്രജൻ വന്നിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല, NO2 ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല, ഡയസോ ഗ്രൂപ്പ് NN ഡബിൾ ബോണ്ട് N അതും അസോ ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിലും പറ്റത്തില്ല. അപ്പോൾ ആരുടെ കേസിലെ പോസിബിൾ ആകത്തുള്ളൂ? ഓപ്ഷൻ നമ്പർ 4 അല്ലേ വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള എളുപ്പമുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്യൂരിഫിക്കേഷനിൽ വരത്തുള്ളൂ. അപ്പോൾ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓർഗാനിക് പ്രിൻസിപ്പിൾസിലുള്ളൊരു കാര്യം 4 പാർട്ടുകൾ കൂടുന്നതാണ് ആ ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ ചാപ്റ്ററുകളുടെ എണ്ണം എപ്പോഴും നമുക്കവിടെ കൂടുതലായിരിക്കും. അപ്പം ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ചാപ്റ്റർ 3 ചാപ്റ്ററുകൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ എക്സാംസ്, കൂടുതൽ നമ്പർ ഓഫ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക, എഴുതി നോക്കുക. അപ്പോൾ മുൻപോട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷനിൽ ലാസ്റ്റ് ലാപ്പിൽ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.